ആലപ്പുഴ ഡിവൈഎസ്പി മധുബാബുവിനെതിരെ വീണ്ടും പരാതി. ആലപ്പുഴയിലെ ഭർത്തൃ വീട്ടിൽ മകൾ തൂങ്ങിമരിച്ച സംഭവത്തിലെ പരാതി മധുബാബു വലിച്ചെറിഞ്ഞുവെന്ന് മലപ്പുറത്ത് താമസിക്കുന്ന സലീന 24 പറഞ്ഞു. അസ്വാഭാവികതയില്ലെന്ന റിപ്പോർട്ടിൽ കേസ് പോലീസ് അവസാനിപ്പിച്ചു. മലപ്പുറത്ത് താമസിക്കുന്ന സലീന നീതി തേടി ഓഫീസുകൾ ഇപ്പോഴും കയറിയിറങ്ങുകയാണ്. 24 ബ്രേക്കിംഗ്. ചേട്ടാ, ഒരു നീതി എനിക്ക് കിട്ടിയില്ല. പിന്നെ ആലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞാൻ കയറി ഇറങ്ങി നടന്ന്, ഞാനും എൻ്റെ കുടുംബക്കാരും കയറി ഇറങ്ങി നടന്ന്, അന്നേരമൊക്കെ പറഞ്ഞത് സ്വാഭാവിക മരണമാണ്, കേസ് അങ്ങ് എഴുതി തള്ളി. അവരൊന്ന് തിരക്കിയത് പോലും ഇല്ല. അവനെ പിടിച്ചൊരു ചോദ്യം പോലും ചെയ്തില്ല ഈ സാറ്. എന്നിട്ട് ഞങ്ങൾ പെറ്റീഷനും കൊണ്ടുവന്നപ്പോൾ എൻ്റെ പെറ്റീഷൻ എടുത്ത് ദൂരെ എറിഞ്ഞ് ഈ DSP സാറ്, ആലപ്പുഴയുടെ DSP സാറ് എടുത്ത് ദൂരെ എറിഞ്ഞിട്ട് വരെ കള്ള പെറ്റീഷനുമായിട്ട് വന്നതാ. ഇനി അതുകൊണ്ട് ഇവിടെ പറ്റത്തില്ല, അതുകൊണ്ട് ഇറങ്ങിപ്പോന്ന് പറഞ്ഞു എന്നോട്. ഇവിടെ നീതിയും കാര്യങ്ങളൊന്നും ഇല്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോടതി പോയി വാങ്ങിച്ചോ, കോടതി പോയി തെളിയിക്കാൻ പറഞ്ഞു. വിപിൻ സി വിജയൻ വീണ്ടും വിപിൻ, നേർക്കുനേർ മർദ്ദനത്തിന്റെ പരാതിയുടെ സ്വഭാവത്തിലുള്ള പരാതി അല്ല അത്. എന്തുകൊണ്ടാണ് ആ പരാതി കള്ളപ്പരാതി എന്ന് DYSP ആയിരുന്ന മധുബാബു പറഞ്ഞുവെന്നാണ് സലീന പറയുന്നത്. എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഫാക്ട്സ് വിപിൻ? ആഷ്മി, ഒരു ഇരയ്ക്ക് ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭിക്കേണ്ട ഒരു നീതി, അവിടെ നിന്ന് ലഭിക്കേണ്ട ഒരു അത്തരത്തിലുള്ള ഒരു പെരുമാറ്റം അതുണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ കേസ് ഇത് 2024 ഓഗസ്റ്റ് 25-നാണ് സലീനയുടെ മകൾ ആസിയ ഭർത്തൃ വീട്ടിൽ ആത്മഹത്യ ചെയ്യുന്നത്. 22 വയസ്സായിരുന്നു. വിവാഹം കഴിഞ്ഞ് 4ാമത്തെ മാസമാണ് ഈ ആത്മഹത്യ നടക്കുന്നത്. അപ്പോൾ ഈ ആത്മഹത്യക്ക് ശേഷം ഇതിൻ്റെ എന്താണ് ആത്മഹത്യയിലേക്ക് നയിച്ച കാരണം എന്ന് അന്വേഷിച്ചുകൊണ്ടുള്ള പരാതികളായിരുന്നു ഈ വീട്ടുകാർ പ്രധാനമായും നൽകിക്കൊണ്ടിരുന്നത്. ഇവർ മലപ്പുറത്താണ് വർഷങ്ങളായി താമസിക്കുന്നത്. പക്ഷേ കായംകുളം സ്വദേശികളാണ്. ആലപ്പുഴയിലേക്ക് മകളെ വിവാഹം കഴിച്ച് അയക്കുകയായിരുന്നു. അപ്പോൾ ആസിയയുടെ മരണത്തിനുള്ള കാരണം എന്താണ്, അത് ഭർത്താവിൽ നിന്നുള്ള ഏതെങ്കിലും രീതിയിലുള്ള പ്രയാസങ്ങളാണോ തുടങ്ങിയിട്ടുള്ളത് അന്വേഷിക്കണം എന്നുള്ളതായിരുന്നു ആവശ്യം. എന്നാൽ ഇക്കാര്യത്തിൽ ഒരു അന്വേഷണവും ഉണ്ടായില്ല. അതുമാത്രമല്ല, 26 പവൻ സ്വർണവും ഒരു കാറും ഒപ്പം 3 ലക്ഷം രൂപയും നൽകിയാണ് വിവാഹം നടത്തിയത്. അത്രയും ആണ് സ്ത്രീധനമായി ആവശ്യപ്പെട്ടിരുന്നത്. ഇതിൽ തന്നെ 3.5 പവനും ഈ കാറും മാത്രമാണ് തിരിച്ചു നൽകിയത്. മറ്റ് സ്വർണ്ണാഭരണങ്ങളൊക്കെ നൽകാമെന്ന് DYSPയുടെ മുൻപിൽ നിന്ന് തന്നെ അത്തരത്തിലൊരു വ്യവസ്ഥയുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും ഇതൊന്നും പാലിച്ചില്ല. പിന്നീട് പലപ്പോഴായ ഈ ഒരു സലീന തന്നെ DYSPയുടെ ഓഫീസിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ നിന്നും ഇവരുടെ പരാതി വലിച്ചെറിയുകയാണ് ഉണ്ടായത്. എന്നിട്ട് കോടതിയിൽ പോയി വാങ്ങാനാണ് പറയുന്നത്. ഇത്തരത്തിൽ യാതൊരു വിധത്തിലുള്ള ഒരു നീതിയും ഇവിടെ നിന്നും ലഭിച്ചില്ല. ഒപ്പം മകളുടെ ഈ മരണത്തിലേക്ക് നയിച്ചതിനെ സംബന്ധിച്ച് കൂടുതലായിട്ടുള്ള അന്വേഷണവും നടത്തിയില്ല. പലപ്പോഴും അവർക്കും ഭർത്താവിൻ്റെ കുടുംബത്തിനൊപ്പം നിൽക്കാനായിരുന്നു പോലീസിന് വ്യഗ്രത എന്നുള്ളത് കൂടിയാണ് സലീന പറയുന്നത്. ഇപ്പോൾ അവരും മകനും മാത്രമാണ് ഇവിടെ താമസിക്കുന്നത്. മകനാണെങ്കിൽ മാനസികമായിട്ടുള്ള ചെറിയ പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അമ്മ ഇടയ്ക്കിടയ്ക്ക് ആലപ്പുഴയിലെ ഈ പോലീസ് ഓഫീസർമാരെ കാണുന്നതിന് വേണ്ടി മലപ്പുറത്ത് നിന്ന് പോവുകയാണ്. അവർക്ക് അവിടെ താമസിക്കാൻ സ്ഥലമില്ലാതെ ഈ ആലപ്പുഴയിൽ പോകുന്നു, തിരിച്ചു വരുന്നു. പക്ഷേ വ്യക്തമായിട്ടുള്ള ഒരു കാരണവും കിട്ടുന്നില്ല. ഈ കേസ് റീഓപ്പൺ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഇനി അവരുടെ ഒരു തീരുമാനമുള്ളത്. അതിനൊക്കെ ഒരു സാമ്പത്തിക തടസ്സമുള്ളതുകൊണ്ട്, സാമ്പത്തികമായിട്ടുള്ള പ്രയാസമുള്ളതുകൊണ്ട് മാത്രം അതങ്ങനെ നീണ്ടുപോകുന്നു എന്നുള്ളത് കൂടിയാണ് അവർ പറയുന്നത്. DYSPയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ കോടതിയിലേക്ക് പോകാനും ഇവിടെ നിന്നും നിങ്ങൾക്ക് ഒന്നും പറയാനില്ല, ഇതെല്ലാം ഒരു കള്ളപ്പരാതിയാണ് എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ കേസ് ക്ലോസ് ചെയ്യാനുമുള്ള ഒരു വ്യഗ്രത കാണിച്ചു എന്നുള്ളതാണ്. ഒപ്പം അസ്വാഭാവിക മരണത്തിനാണ് ഈ പോലീസ് ഈ പെൺകുട്ടിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കേസെടുത്തിരുന്നത്. അത് 2 മാസങ്ങൾക്കുള്ളിൽ തന്നെ അത് ക്ലോസ് ചെയ്ത് ഇതിൽ യാതൊരു വിധത്തിലുള്ള അസ്വാഭാവികതയും ഇല്ല എന്നുള്ള റിപ്പോർട്ടിൽ അത് ക്ലോസ് ചെയ്യുകയുമാണ്. പക്ഷേ വീട്ടുകാരുടെ ചോദ്യങ്ങൾക്ക്, അവരുടെ സംശയങ്ങൾക്ക് ഒരു ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല. അതിൽ DYSPയുടെ പെരുമാറ്റം ഈ രീതിയിലാണ് എന്നുകൂടി പറഞ്ഞു വയ്ക്കുകയാണ് സലീന. DYSP മധുബാബുവിനെതിരെ കൂടുതൽ പരാതികൾ, ഇക്കുറി വന്ന പരാതി പക്ഷേ നേരത്തെയുള്ള മർദ്ദനത്തിന്റെ സ്വഭാവത്തിലുള്ള പരാതിയല്ല. കേസ് കാര്യമായി നോക്കിയില്ല, അത് കള്ളപ്പരാതിയാണെന്ന് പറഞ്ഞു. നീതി ഇവിടെ കിട്ടില്ല, വേണമെങ്കിൽ കോടതി പോയി മേടിച്ചോ എന്ന് നിഷേധാത്മക നിലപാട് ഒരു പോലീസ് സ്റ്റേഷൻ സ്വീകരിച്ചു എന്നാണ് സലീനയുടെ പരാതി. അപ്പോൾ കൂടുതൽ പരാതികൾ ഇനിയും വരുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.